അജയ് സുധ ബിജുവിലേക്ക് പോകുമ്പോൾ അജയ് എന്ത് തന്നെയാണെങ്കിലും വലിയ ആക്രമണം ഇപ്പോൾ ഈ സൂചിപ്പിക്കുന്നത് പോലെ ഈ യുദ്ധം അന്താരാഷ്ട്ര തലത്തിലടക്കം വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്ന സാഹചര്യം നിലനിൽക്കുന്നു. അവിടെ നേരത്തെ ചൈനയായിരുന്നു ഏതെങ്കിലും തരത്തിൽ ഒരു ഇടപെടലിൻ്റെ വഴി തുറന്നതെങ്കിൽ അത് അടഞ്ഞ അധ്യായമായി മാറുന്ന സാഹചര്യം. ഇപ്പോഴും ഇസ്രായേലും അമേരിക്കയും തറപ്പിച്ചു പറയുന്നത് ഇറാന്റെ പൂർണ്ണമായ കീഴടങ്ങൽ എന്നുള്ളതാണ്. അതോടൊപ്പം ഇറാന്റെ അടുത്ത പരമോന്നത നേതാവ് ആര് എന്നത് സംബന്ധിച്ച ചർച്ചകളൊക്കെ നടക്കുമ്പോൾ പോലും അയത്തുള്ള ഖമേനിയുടെ പിൻഗാമിയായി ആര് വരും എന്നതിൽ ഇപ്പോഴും ചർച്ചകളില്ല. നിശ്ചയിക്കപ്പെട്ട പേര് ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് പരിക്കേറ്റോ എന്ന സംശയം ഇസ്രായേലും അമേരിക്കയും ഇപ്പോഴും തുടരുന്ന സാഹചര്യം. അപ്പോൾ ഈ യുദ്ധം ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ലോകത്താകമാനം വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എന്ന സാഹചര്യമല്ലേ നിൽക്കുന്നത്. പക്ഷേ അതിനെ അമേരിക്കയും ഇസ്രായേലും അല്ലെങ്കിൽ ഇറാനും മുഖവിലക്കെടുക്കുന്നില്ല എന്നതാണോ ഇപ്പോഴത്തെ സാഹചര്യം? എന്നെന്നില്ലാതെ ഈ യുദ്ധം മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്. നാളെ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷമായിരിക്കും ഇതിൻ്റെ കൂടുതൽ പ്രത്യാഘാതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിൽ ഒരു കപ്പൽ ഇന്നലെ ഇതുവഴി യാത്ര ആരംഭിച്ച ഒരു കപ്പലിനെ ഇറാൻ ആക്രമിച്ചു എന്നുള്ള ഒരു വാർത്തയും വരുന്നുണ്ട്. മാത്രമല്ല ഹോർമുസ് കടലിടുക്ക് കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ഒരു യുദ്ധം നടക്കുന്നുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ഖേഷം ദ്വീപ് എന്ന് പറയുന്ന ഈ പശ്ചിമേഷ്യയിലുള്ള ഈ ഹോർമുസ് കടലിടുക്കുമായി ചേർന്ന് കിടക്കുന്ന ഒരു ദ്വീപുണ്ട്. ഈ ദ്വീപിലാണ് ഇറാന്റെ ശുദ്ധജലശാല സ്ഥിതി ചെയ്യുന്നത്. ഇതുവഴി ഇറാൻ ശുദ്ധജലം, അതായത് ഈ സാധാരണ ജലം ശുദ്ധീകരിച്ച് ഇറാനിലെ പല ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പ്രധാനമായിട്ടും അജയ്, അതായത് ഒരു ശുദ്ധജല സംഭരണി എന്ന് തന്നെ നമുക്ക് അതിനെ പറയാം അല്ലെ? അങ്ങനെ ഒരു പക്ഷേ ലക്ഷക്കണക്കിന് ആളുകളുടെ കുടിവെള്ളം അല്ലെ? അതെ, തീർച്ചയായിട്ടും. ഇറാന്റെ തെക്കൻ ഭാഗത്തുള്ള 30ഓളം ഗ്രാമങ്ങളിലാണ് ഇവിടെ ഇതുവഴിയുള്ള ശുദ്ധജലം വിതരണം ചെയ്തിരുന്നത്. ഈ ശുദ്ധജല പ്ലാന്റിന് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പൂർണ്ണമായിട്ടും തകർക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഇതിനെ ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി അത് കടുത്ത ഭാഷയിൽ തന്നെ അപലപിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇതിന് യുഎസും ഇസ്രായേലും കടുത്ത ഫലം തന്നെ അനുഭവിക്കും, ശക്തമായിട്ടുള്ള തിരിച്ചടി അവർക്ക് നൽകും എന്നെല്ലാം ഇറാനിയൻ ഭരണകൂടം പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും ഈ ജലശുദ്ധീകരണശാല, ഈ ഒരു ശുദ്ധജല പ്ലാന്റ്, ഇതിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണവും അത് ഇറാനെ വരിഞ്ഞു മുറുക്കുക തന്നെയാണ് US ലക്ഷ്യമിടുന്നത്. അതായത് പശ്ചിമേഷ്യയിൽ മൊത്തത്തിൽ അവർ ഒരു ദൗർലഭ്യം നേരിടുന്ന ഒരു വസ്തുവാണ് ജലം എന്ന് പറയുന്നത്. ജലത്തിന് കടുത്ത രീതിയിലുള്ള ഒരു പ്രശ്നം തന്നെ പല രാജ്യങ്ങളും നേരിടുന്നുണ്ട്. ഇപ്പോൾ പശ്ചിമേഷ്യയിലെ മൊത്തത്തിൽ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ അവിടെയുള്ള 90% ജലവിതരണവും നടക്കുന്നത് ഈ ജലത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് ഈ ശുദ്ധജല പ്ലാന്റുകൾ വഴിയാണ്. അത്തരം ഒരു ശുദ്ധജല പ്ലാന്റ് ഇറാനിലെ ഒരു 30 ഗ്രാമങ്ങളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്തിരുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ശുദ്ധജല പ്ലാന്റ് ആയിരുന്നു ഈ ദ്വീപിൽ സ്ഥിതി ചെയ്തിരുന്നത്. ആ ദ്വീപിലെ ശുദ്ധജല പ്ലാന്റാണ് ഈ ഒരു ആക്രമണത്തിൽ തകരുന്ന സ്ഥിതി ഉണ്ടായത്. തീർച്ചയായിട്ടും ഈ ഒരു കുടിവെള്ള പ്രതിസന്ധി കൂടി ഇറാനിൽ വരുത്തി തീർത്ത് ഇപ്പോൾ ഈ എണ്ണ സംഭരണശാലകൾക്ക് നേരെ ആക്രമണം നടന്നിരുന്നു. ഈ എണ്ണപ്പാടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആക്രമണം മാത്രമല്ല, ഇത്തരത്തിലൊരു ഓയിൽ പ്രതിസന്ധി മാത്രമല്ല, ഒരു ജലപ്രതിസന്ധിയിലേക്കും ഇറാനെ തള്ളിവിടാൻ തന്നെയാണ് നിലവിലെ യുദ്ധത്തിലൂടെ യുഎസും ഇസ്രായേലും ലക്ഷ്യമിടുന്നത് എന്ന് പറയുന്നത്. ഇപ്പോൾ കുവൈറ്റിൽ 2 സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരടക്കം കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അവരുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലുള്ള 2 ഉദ്യോഗസ്ഥരാണ് മരണം വഹിച്ചത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ബെയ്റൂട്ടിലടക്കം ഇസ്രായേൽ തിരിച്ച് ആക്രമണം നടത്തുന്നുണ്ട്. ബെയ്റൂട്ടിൽ ഇറാന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിലുള്ള 2 ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു എന്നുള്ള ചില വിവരങ്ങൾ വരുന്നുണ്ട്. ഇന്ന് മാത്രം ഇസ്രായേൽ ബെയ്റൂട്ടിൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളിൽ 4 പേരാണ് മരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കണക്കടക്കം അവിടുത്തെ ആരോഗ്യ വിഭാഗം പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പോഴും ശക്തമായി തന്നെ ഈ ലെബനനിലുള്ള ആക്രമണവും ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഹിസ്ബുള്ള വിഭാഗവും ഇസ്രായേൽ സേനയും ഒന്നിച്ച് നേർക്കുനേർ വന്ന് നിന്നുകൊണ്ടുള്ള ഒരു പോരാട്ടം അടക്കം ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ സൗദി അറേബ്യ അതുപോലെ തന്നെ പല മേഖലകളിലും ദുബായിലടക്കം ഈ
ഈ പോരാട്ടം ശക്തമായി തന്നെ തുടരുകയാണ്. സൗദി അറേബ്യയിലേക്കും കുവൈറ്റിലേക്കും ഇറാൻ അയച്ച 3 ഡ്രോണുകൾ വീതം നശിപ്പിച്ചു എന്നുള്ള ചില വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുവൈറ്റിലാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ഈ ഡ്രോൺ ആക്രമണത്തിൽ കടുത്ത നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ എയർപോർട്ടിന് സമീപമുണ്ടായ തീപിടുത്തം അവർ ഏറെക്കുറെ നിയന്ത്രണ വിധേയമാക്കി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഈ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ സോഷ്യൽ സെക്യൂരിറ്റി ബിൽഡിംഗ്, ഈ ഒരു കെട്ടിടത്തിൽ ഉണ്ടായിട്ടുള്ള തീപിടുത്തം ഇനിയും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. പല മുറികളിലും ഇപ്പോഴും തീപിടുത്തമുണ്ട്. ഇവിടങ്ങളിൽ ഉൾപ്പെടെ ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ ഉദ്യോഗസ്ഥർ തുടരുകയാണ്. ഈ ദുബായിലും ആക്രമണത്തിൽ ഒരു പാകിസ്ഥാൻ സ്വദേശി കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ കടുത്ത രീതിയിൽ തന്നെ ആക്രമണം തുടരുകയാണ്. ബഹ്റൈനിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു US ബേസിന് നേരെയാണ് ആക്രമണം നടന്നത്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണങ്ങളെ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ ശക്തമായിട്ടുള്ള ഭാഷയിൽ തന്നെ അപലപിക്കുകയുണ്ടായി. അവർ പറഞ്ഞത് ഇത് അപകടം പിടിച്ച ആക്രമണങ്ങൾ, ഹൈലി അഗ്രസീവായിട്ടുള്ള പ്രവൃത്തികളാണ് ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നാണ് ഈ അറബ് കൗൺസിൽ യോഗം പറഞ്ഞത്. അതുപോലെ തന്നെ ഇന്ന് നിലവിൽ അറബ് ലീഗ് ഇന്ന് ഒരു യോഗം ചേരുന്നുണ്ട്. അവരുടെ ഒരു പ്രതികരണം കൂടി ഇനി അറിയേണ്ടതുണ്ട്. അതായത് ഈ പശ്ചിമേഷ്യയിലെ ഉൾപ്പെടെ സംഘർഷം വ്യാപകമായ ഘട്ടത്തിലാണ് ഈ അറബ് ലീഗ് രാജ്യങ്ങളിലുള്ള നേതാക്കൾ ഇന്ന് ഓൺലൈൻ വഴി യോഗം ചേരുന്നത്. ഈ ഓൺലൈൻ യോഗത്തിന് ശേഷം ഇറാനെതിരെ എന്ത് പ്രതികരണമാണ് ഇവർ നടത്താൻ പോകുന്നത് എന്നുള്ളത് നിർണായകമാണ്. മാത്രമല്ല US-ന് നേരെയും ശക്തമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഗൾഫ് മേഖലയിലേക്ക് സംഘർഷം വ്യാപിക്കാൻ കാരണം US ആണ് എന്നുള്ള ആക്ഷേപങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അറബ് ലീഗ് യോഗത്തിന് ശേഷം ഈ നേതാക്കൾ ചിലപ്പോൾ അമേരിക്കയോട് സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ട്, ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ള രീതിയിൽ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തിന് സമാനമായി അമേരിക്ക സ്വയം വിജയം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇറാനും ചിലപ്പോൾ നമ്മൾ നേരത്തെ ഒക്കെ പ്രവചിച്ചത് ഇറാൻ അങ്ങനെ യുദ്ധം നിർത്താതെ തുടർന്ന് ആക്രമണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇറാന്റെ നിലവിലുള്ള ഒരു സമീപനം വെച്ചിട്ട് US ആക്രമണം നിർത്തുകയാണെങ്കിൽ ഇറാനും ആക്രമണം നിർത്താൻ തന്നെയാണ് സാധ്യത. പശ്ചിമേഷ്യയിലുള്ള US കേന്ദ്രങ്ങളെ അനാവശ്യമായി ആക്രമിക്കില്ലെന്ന് അവർ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ അറബ് ലീഗിന്റെ യോഗം അത് നിർണായകമാണ്. അതിനുശേഷം ഈ യുദ്ധത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്ക് കൂടുതൽ വ്യക്തതയുള്ള ഒരു ചിത്രം ലഭിക്കും. തീർച്ചയായും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പിട്ടിട്ടുള്ള ഒരു രാജ്യമാണ് ഇറാൻ. പക്ഷേ ഇറാൻ ഈ ആണവോർജ്ജ നിർമ്മാണത്തിന് എന്ന നിലയിലേക്ക് യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നു എന്നത് ഭീഷണിയാകുന്നു. അതാണ് ഇസ്രായേലും അമേരിക്കയും ഈ ആക്രമണത്തിന് കാരണം ആയി പറയുന്നത്. പക്ഷേ ഇറാന്റെ പക്കലുള്ള ആയുധശേഷി എത്രത്തോളം എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ലോകരാജ്യങ്ങൾക്ക് അത്രമേൽ വലിയ അറിവൊന്നുമില്ല. എന്നാൽ അമേരിക്കയും ഇസ്രായേലും ആക്രമണത്തിന് തയ്യാറെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായിട്ടുള്ള മൊസാദ്, അത് ലോകത്തിന് തന്നെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ശക്തമായ, ഏറ്റവും സ്ഥിരീകരിക്കാവുന്ന തരത്തിലുള്ള രഹസ്യ വിവരങ്ങൾ ചോർത്തുന്ന ഒരു ഏജൻസിയായാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഇറാന്റെ ആയുധശേഷി എന്നത് അടക്കം മനസ്സിലാക്കിയതിന് ശേഷം ആയിരിക്കാം ഒരുപക്ഷെ ഈ ആക്രമണത്തിന് തുടക്കം കുറിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ഇറാന്റെ ആയുധശേഷി അവസാനിക്കുകയാണോ? അങ്ങനെ അവസാനിക്കുന്ന സാഹചര്യത്തിൽ ആണ് ഇറാൻ ഈ എണ്ണ സംഭരണ കേന്ദ്രങ്ങളെ അടക്കം ലക്ഷ്യം വെക്കുന്നത്. കഴിയുന്നത്ര നാശം എന്ന നിലയിലേക്കാണോ ഇറാന്റെ ശ്രമം? അതേസമയം ഇറാന്റെ ആയുധശേഷി കഴിയുമ്പോൾ കൂടുതൽ ആക്രമണത്തിന് അമേരിക്കയും ഇസ്രായേലും തയ്യാറെടുത്ത് അങ്ങനെ ഇറാനെ കീഴടക്കുക. അതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചുകൊണ്ടേ പറയുന്നു. ഇറാനിൽ അമേരിക്ക നിശ്ചയിക്കും അടുത്ത പരമോന്നത നേതാവ് ആര് എന്ന്. ഇറാനിലെ ഭരണകൂടത്തെ അമേരിക്ക നിശ്ചയിക്കും. ഇറാൻ അതിന്റെ പ്രതാപകാലത്തിലേക്ക് തിരികെ വരും. അതുവരെ യുദ്ധം തുടരും എന്ന നിലപാട് സ്വീകരിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും യുദ്ധം അവസാനിക്കുന്നു എന്ന ഒരു പ്രതീക്ഷയും ഈ ഘട്ടത്തിലും, അതായത് യുദ്ധം ആരംഭിച്ച് ഒരാഴ്ച പിന്നിടുമ്പോഴും പുലർത്താൻ സാധിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.